നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം രാവിലെ തന്നെ വളരെ വലിയ മുൻപിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ജനത്തിരക്ക് തന്നെയാണ് പോളിംഗ് ബൂത്തിലെല്ലാം തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കവടിയാർ വാർഡിലുള്ള ജവഹർ നഗർ LP സ്കൂളിലാണ്. ഇവിടെ ഗവർണർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങിയതേയുള്ളൂ. അതുകൂടാതെ കോൺഗ്രസ് നേതാവായ ശ്രീ K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വോട്ട് ചെയ്ത് മടങ്ങിയിരിക്കുന്നു. ഇവിടെ കവടിയാറിലുള്ള UDF സ്ഥാനാർത്ഥിയായ K ശബരീനാഥൻ നിലവിലിപ്പോൾ ഈ പോളിംഗ് ബൂത്തിന് തൊട്ടടുത്തുണ്ട്. എന്തായാലും അവസാന ഘട്ടത്തിലും വോട്ട് പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നിലവിലിപ്പോൾ K ശബരീനാഥൻ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം അവിടെ ശാസ്താംകോട്ട സ്കൂളിൽ നിന്ന് വോട്ട് ചെയ്യും. എന്തേ വൈകി? അല്ല, ഞാൻ ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിലൊന്ന് അവിടെ പോയി വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല പ്രതികരണമാണ്. വളരെ നല്ലൊരു ഈ ഒരു സമയമായിട്ട് പോലും നന്നായിട്ട് ആളുകൾ വരുന്നുണ്ട്. നല്ല ലക്ഷണമാണ്. നല്ലൊരു വോട്ടിംഗ് ശതമാനം ഇവിടെ കാണാം. തീർച്ചയായിട്ടും ഇതിന് കോർപ്പറേഷനിൽ ഇവിടെയും ഓക്കെ. നമ്മളെല്ലാം ഇറങ്ങി രംഗത്ത് അത് പറഞ്ഞ ആവശ്യമൊന്നും അത് പറയല്ലേ. കുറുപ്പങ്ങൾ ഇവിടുത്തെ വോട്ടറോടില്ല. ശാസ്ത്രങ്ങൾ ഞാൻ കുറുപ്പങ്ങൾ ജനിച്ച പോകേണ്ടതാണ്. അപ്പൊ ഞങ്ങൾ ഓക്കെ പറഞ്ഞാൽ വേണ്ട. ഞങ്ങളോട് എന്നോട് മിണ്ടിക്കോട്ടെ. അത് സൈറ്റ് വിട്ടു കൊച്ചോളാം. എന്നോട് സൺഡേ വരാൻ പറഞ്ഞില്ലേ, കറങ്ങാൻ പോകാന്ന് പറഞ്ഞു. അവിടെ മൊത്തം വീട്ടിൽ പോയിട്ട് നമുക്ക് ജോളിയാക്കാന്ന് പറഞ്ഞില്ലേ. എവിടെ പോയി? ഞാൻ പറഞ്ഞു സൺഡേ. എന്തായാലും തലസ്ഥാനത്ത് അരയും തലയും മുറുക്കി തന്നെയാണ് BJP നേതൃത്വം ഉള്ളത്. തലസ്ഥാനം പിടിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ BJP ഒരു വശത്ത്, മറുവശത്ത് വികസനം പറഞ്ഞുകൊണ്ട് LDFും ഉണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് എങ്ങനെ സീറ്റ് വർദ്ധിപ്പിക്കാം എന്നുള്ള ചിന്തയിലാണ് ഉള്ളത്. അതേസമയം തന്നെ വളരെ വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം രാവിലെ തന്നെ ഉയർന്നിരിക്കുന്നു. ഒരുപാട് പേർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.